സ്വാമിജി, അകത്തേക്ക് ചെന്നോളൂ. സ്വാമിജി ഒന്ന് കാണായിരുന്നു. സ്വാമിജി ബനാറസിലാണ്, അമ്മ അകത്തുണ്ട്. എല്ലാ മതങ്ങളിലും ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെയുണ്ട്. അത് രൂപപ്പെട്ടു വന്നത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശാസ്ത്രം ഒരു അവസാന വാക്കായി നമുക്ക് കാണാൻ കഴിയില്ല. പുരാണങ്ങളും വിശുദ്ധ പുസ്തകങ്ങളും നമ്മെ ആകർഷിക്കുന്നത് നിഗൂഢമായ ജീവിത രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. കേവലം മനുഷ്യർ അത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകാത്തതുകൊണ്ടാണ് ഭൂരിപക്ഷം ജനങ്ങളും മനസമാധാനത്തോടെ ജീവിക്കുന്നത്. അറിയുന്തോറും അസ്വസ്ഥത വർദ്ധിക്കുന്നു. അമ്മേ, എൻ്റെ പേര് ആമിന. ആചാര്യനെ കാണാൻ വന്നതാ. ഓ, അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ, വാരണാസിയിലാ. ഒരാഴ്ച കഴിയും തിരിച്ചെത്താൻ. എന്തായിരുന്നു കാര്യം? എനിക്ക് വീടും നാടൊന്നുമില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ അലയുകയായിരുന്നു. അന്വേഷണമായിരുന്നില്ല, എന്തോ മനസ്സിൻ്റെ അടങ്ങാത്ത നൊമ്പരം, ആഗ്രഹം, വിശ്വാസം രക്ഷിക്കുമെന്നുള്ളൊരു വിചാരം. അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പ്രശ്നങ്ങളില്ലാത്തവരായി ആരും ജനിക്കാറില്ല.
ഒരു വഴി അടയുമ്പോൾ മറ്റൊന്ന് തുറക്കപ്പെടും. അത് പ്രകൃതിയുടെ വരദാനമാണ്. മനസ്സമാധാനം തേടി വരുന്നവർ മാത്രമല്ല ഇവിടെ ഉള്ളത്, സേവന സന്നദ്ധർ കൂടിയാണ്. കുട്ടി, നിന്റെ വിഷമം എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. ഞാനൊരു മുസ്ലിമാണ്. ഇവിടെ പ്രവേശനമുണ്ടോയെന്ന് കൂടി എനിക്കറിയില്ല. ആരു പറഞ്ഞു ഇവിടെ പ്രവേശനമില്ലെന്ന്? മനുഷ്യരാണ് മതിൽ കെട്ടിത്തിരിച്ചത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു കേട്ടിട്ടില്ലേ? അതാ ഇവിടുത്തെ ലക്ഷ്യം. വെട്ടേറ്റ് വീണ് കിടന്ന് ശരീരം പിടയുന്ന കണ്ട ദുരനുഭവം, നൊമ്പരം അനുഭവിക്കുന്നവരറിയുന്ന തീവ്രത, ഇതെല്ലാം അക്ഷരങ്ങളിലൂടെ തിരിച്ചറിയാനാവില്ല. എനിക്കെല്ലാം പറയണമെന്നുണ്ട് ആരോടെങ്കിലും. എന്നാ അതിന് കഴിയുന്നുമില്ല. സാരല്ല, കുട്ടിയെ കണ്ടിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ധൃതിയില്ലെങ്കിൽ ഇന്നിവിടെ താമസിച്ച് മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ട് നമുക്ക് സംസാരിക്കാം. വരൂ വരൂ. കഴിക്കൂ. കഴിക്കൂ. എന്തുപറ്റി? ആശ്രമജീവിതം വല്ലാതെ മുഷിപ്പായി തോന്നണ്ടല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ അന്തരീക്ഷം മനസ്സമാധാനം തരുന്നുണ്ട്. എല്ലാ മതങ്ങൾക്കും അപ്പുറം മനുഷ്യ സ്നേഹത്തിന്റെ മഹത്വവും ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കി. കാലവർഷം കനത്തുകൊണ്ടിരിക്കുക. കാലം തെറ്റിയെത്തുന്ന കാറ്റും മഴയും മനസ്സുപോലെ തന്നെയാ. അമ്മയുടെ വാക്കുകളിലെ അർത്ഥം പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സ് ശാന്തമാകുമ്പോൾ വാക്കുകൾക്ക് ശുദ്ധതയും തെളിമയും ഉണ്ടാകും. കുഞ്ഞെ, നിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടെന്ന് ഈ മുഖത്ത് നോക്കി അറിയാം. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഒരുപക്ഷെ ജീവിതമെന്ന് പറയുന്നത് തന്നെ പ്രശ്നങ്ങളും പരിഹാരങ്ങളുമാണ്. മനസ്സിലുള്ളത്
മറ്റൊരാളുമായി പങ്കുവച്ചാൽ ഹൃദയത്തിന്റെ ഭാരമൊഴിയും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതോ നസ്രാണി പെണ്ണിന് പിറന്ന കുട്ടിയാണ് ഞാൻ. കുരിശുപള്ളിക്ക് മുമ്പിൽ നിന്നും എൻ്റെ ഉമ്മയ്ക്ക് കിട്ടിയവൾ. ചവറുപെറുക്കി ജീവിച്ച ഉമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്ത്. ഊരുതണ്ടിയായ ഉമ്മയ്ക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. ഞാൻ മദ്രസയിൽ പോയി പഠിച്ചു. മുസ്ലിം പെൺകുട്ടിയായി വളർന്നു. ആമിന, മദ്രസയുടെ മുൻപിൽ വെച്ച് ചോദിച്ചിന് മറുപടി പറഞ്ഞില്ല. ഞാൻ അപ്പൊ തന്നെ മറുപടി പറഞ്ഞതാണല്ലോ. ആമിന, നീ വിചാരിക്കുന്ന പോലെ ഞാനൊരു വൃത്തികെട്ടവനൊന്നുമല്ല. ഈ നാട്ടിൽ വേറെ പെൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടുമല്ല. എന്താണെന്നറിയില്ല, നിന്നെ എനിക്ക് പെരുത്തി ഇഷ്ടമായി. എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടത്. അങ്ങനെ പറഞ്ഞല്ല എങ്ങനെ ആമിന? നീ പത്രത്തിലേക്ക് വായിച്ചിട്ടില്ലേ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ കാമുകൻ തീ കൊളുത്തി കൊന്ന കഥ? ഈ നിസാർ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പൊ പോയിക്കോ. നാളെ എനിക്ക് അനുകൂലമായ മറുപടി പറയണം. ഇതെന്തു പറ്റി? മോന്തൊക്കെ കടന്നിൽ കുത്തിമാരിണ്ടല്ലോ. എന്റെ ഒന്നും കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, അത് ഞമ്മക്ക് മനസ്സിലായി. എന്തായാലും ഞമ്മളോട് പറയുന്നേ. നിങ്ങളോട് കാര്യം പറഞ്ഞാൽ സഹായിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ പോയി വേറെ പണി നോക്ക്. ഇത് നല്ല കൂത്ത്. ഞമ്മളെന്ത് ചെയ്തിട്ടാണ്? എന്താ പെണ്ണെ, ഇന്നും എനിക്ക് ഉസ്താദിന്റെ ഇന്ന് ബൈക്ക് കേട്ടാ? ഞാനിനി പള്ളിയിലും പോണില്ല, എങ്ങും പോണില്ല. എന്ത് പറ്റി എന്റെ പൊന്നുമോൾക്ക്? ആ ചിക്കനെ കൊണ്ട് പൊറുതി മുട്ടി. ഏത് ചെക്കൻ? ആ നിസാറ്. ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ ഇങ്ങനെ ഒരു ബെല്ലും ബ്രേക്കൂല. അതുപോലല്ല ഇവൻ. എന്റെ കൈ തരിച്ചു വന്നതാ. കൊള്ളാലോ. എന്റെ മോള് കടുങ്കൈയൊന്നും കാണിക്കില്ലേ? ഉമ്മാക്ക് വേറെ ആരും ഇല്ലാന്നോർത്തോ? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലുമ്മ. എന്താ മോളെ? ഉമ്മയുടെ സുഹൃത്തായ സാഹിബിന്റെ നിക്കാഹിന് ഞാനും ഉമ്മയും പോയത് ഇന്നും ഓർക്കുന്നു. മുസ്തഫാക്ക, അദ്ദേഹത്തിന്റെ ഹോട്ടലിലെ ജോലിക്കാരിയായി മാറി എൻ്റെ ഉമ്മ. എന്തൊക്കെയാണെങ്കിലും ഉമ്മ, ഞമ്മൾ ഈ പണി നിർത്താൻ പോണെയാണ്. ഈ പാട്ടും കുപ്പിയൊക്കെ പെറുക്കി വെറുതെ ജീവിതം തൊളിക്കാൻ നിലണ്ട് എന്താ കാര്യം? ഞമ്മടെ ഭാവി പോകുന്നുള്ള കാര്യം ഉറപ്പാ. എന്നാ നാളെ തൊട്ട് നീ ഡോക്ടർ പണിക്ക് പോടാ. നിന്നെ ആര് വിളിച്ച എന്റെ കൂടെ പറക്കി അടക്കാൻ? ഏത് തൊഴിലിനും അതിന്റെ മാന്യത ഉണ്ട് അദ്രമനെ. ഇതുകൊണ്ട് ഇജി കഞ്ഞി കുടിച്ച് പോളില്ലേ? എന്നാലും ഉമ്മ, ഞമ്മടെ കുട്ടികൾ എന്നെ കളിയാക്കുക. ഞാൻ മതിയാക്കണയാണ്. നമ്മള് ചെയ്യുന്ന പണിയാ ഏറ്റവും പുണ്യമുള്ള പണി.
ഈ മണ്ണ് വൃത്തിയാക്കണ ശുചീകരണ പണി ഉണ്ടല്ലോ, ഇജ്ജ് കേട്ടിട്ടില്ലേ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വച്ഛ ഭാരത് പദ്ധതിയെ കുറിച്ചിട്ട്? നബിയും കൃഷ്ണനും ക്രിസ്തുവും എല്ലാരും പറഞ്ഞത് ഇത് തന്നെയാണ്. ഇജ്ജ് കേട്ടിട്ടില്ലേ അതൊന്നും? പ്രധാനമന്ത്രിമാരൊക്കെ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഞങ്ങൾ പടച്ചോനെ, ഇത് നമ്മുടെ മുസ്തഫ സാഹിബാണല്ലോ. സാഹിബേ, 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 സാഹിബേ. സാഹിബ് 3 ദിവസമായി ഒന്നും കഴിച്ചില്ല എന്ന് കേട്ടപ്പോ വല്ലാത്തൊരു, എങ്ങനെ കഴിഞ്ഞ ആളാ. ആരുടെ മുൻപിലും കഴിഞ്ഞിട്ടാൻ മനസ്സനുവദിച്ചില്ല ഉമ്മ. ഇങ്ങക്ക് ഞമ്മളെ അറിഞ്ഞൂടെ? സാഹിബിന്റെ ഒത്തിരി സഹായം സ്വീകരിച്ചിട്ടുള്ളവരാ ഞമ്മള്. സാഹിബ് മറന്നാലും ഞമ്മക്കത് മറക്കാൻ പറ്റില്ല. ബാപ്പ മയ്യത്താവുമ്പോ ഞമ്മക്ക് 18 വയസ്സായിരുന്നു. എന്റെ താഴെ 8 പെങ്ങന്മാരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും ഒരു നിലക്കെത്തിക്കാൻ എന്റെ ജീവിതം തന്നെ എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഇപ്പോ ഒരു കുടുംബജീവിതം തന്നെ ഞാൻ ആഗ്രഹിച്ചതല്ല. ചിലരുടെയൊക്കെ നിർബന്ധം. വയസ്സുകാലത്ത് ഒരു അന്തിക്കൂട്ട്. സത്യത്തിൽ ബുക്കേക്ക് നമ്മളെ ഇഷ്ടമാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങളെ ഇഷ്ടായിന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. എൻ്റെ ഇക്കാമാരെ ഇങ്ങക്കറിയാലോ, എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. കൊട്ടേഷൻകാരെന്നും ഗുണ്ടകളെന്നും ചിലർ